എൻ്റെ പേര് ജോഷി കുര്യാക്കോസ് എന്നാണ്. ഞാൻ നിലമ്പൂർ നിന്നാണ് വരുന്നത്. ഞങ്ങൾ 2021 ജനുവരി മാസം മുതൽ ഉടമ്പടിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 2 വർഷത്തേക്കാൾ കൂടുതലായി UK പോകുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എറണാകുളത്തുള്ള ഒരു ഏജൻസിയിൽ 5.5 ലക്ഷം രൂപ അവിടെ പ്രോസസ്സിങ്ങിൻ്റെ ആവശ്യത്തിലേക്കായി ക്യാഷ് കൊടുത്ത് കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അവർക്ക് എന്നെ അതുമായി ബന്ധപ്പെട്ട് UK വർക്കിന് അയക്കാൻ സാധിക്കാതിരുന്ന സമയം വന്നപ്പോൾ അതിനു മുമ്പേ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് പോകാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി അച്ഛനെ കാണുകയും അതിനു മുമ്പേ തന്നെ ഫണ്ട് റീഫണ്ട് ചെയ്തു തരാൻ വേണ്ടി ഏജൻസിയിൽ പറയുകയും ചെയ്തിരുന്നു. അച്ഛനെ കാണുന്നതിന് വേണ്ടി വന്നപ്പോൾ അവിടെ ഓഫീസിൽ ക്യാഷ് റീഫണ്ട് ചെയ്തു തരണം എന്നുള്ള രീതിയിലാണ് അവരെനിക്ക് എഴുതി തന്നത്. പക്ഷേ അതുമാത്രം മതിയായിരുന്നില്ല. പുറത്തേക്ക് പോകുന്നതിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് നിലവിലുണ്ടായിരുന്ന ജോലി കൂടി ഞാൻ ഒഴിവാക്കിയാണ് നിന്നത്. അതുകൊണ്ട് മറ്റു ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പുറത്തേക്ക് പോവുക എന്നുള്ളത് വളരെ ആവശ്യമായ ഒരു കാര്യമായിരുന്നു. അങ്ങനെ അച്ഛനെ കാണാൻ വന്ന് നിന്നപ്പോൾ അച്ഛൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചീട്ട് മേടിച്ചു കൊണ്ടുപോയിട്ട് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, ക്യാഷ് റീഫണ്ട് ഉടനെ തന്നെ കിട്ടും, പേടിക്കാനൊന്നുമില്ല, ക്യാഷ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ അത് മാത്രമല്ല, എനിക്ക് പുറത്തേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് വേണ്ടി കൂടിയാണ് ഞാൻ അച്ഛനെ കാണാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ പാസ്പോർട്ട് മേടിച്ചു കൊണ്ടുപോയി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു, 14 ദിവസത്തിനുള്ളിൽ അനുകൂലമായൊരു തീരുമാനം അതുമായി ബന്ധപ്പെട്ട് വരുമെന്ന് പറഞ്ഞു. 14 ദിവസം കാത്തിരുന്ന് 14ാമത്തെ ദിവസം ഭാര്യയുടെ കൊച്ചപ്പൻ്റെ ഭാഗത്ത് നിന്ന് മാൾട്ടയിൽ ഡയറക്റ്റായി വർക്ക് പെർമിറ്റ് എടുത്തു കൊടുക്കുന്ന ആളുമായി പരിചയപ്പെട്ട് എനിക്ക് ഇപ്പോൾ വർക്ക് പെർമിറ്റായി വിസ റെഡിയായി വന്നു. ഈ മാസം 20-ാം തീയതി പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി വന്നിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. മാതാവിൻ്റെ വഴിയായി ഈശോ എനിക്ക് തന്ന ആ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ 1000 സ്തുതി അർപ്പിക്കുകയാണ്. കൂടാതെ ആ ഇടയ്ക്ക് തന്നെ ഞാനൊരു ചിട്ടി കമ്പനിയിൽ താൽക്കാലികമായി ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ 2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ വർക്കിൽ നിന്ന് പിരിഞ്ഞു പോരേണ്ട ഒരാവശ്യം പറഞ്ഞപ്പോൾ കമ്പനിയിൽ എഗ്രിമെൻ്റൊക്കെ വെച്ചിരുന്നതുകൊണ്ട് ആ കമ്പനി എന്നെ അതിന് അനുവദിച്ചില്ല. ഒരുപാട് പ്രൊസീജിയറൊക്കെ പറഞ്ഞിട്ട് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഇവിടെ വന്ന് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ജോലിയിൽ നിന്ന് പിരിയാനും ആ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടി ഒരുപാട് വലിയ ബൾക്ക് എമൗണ്ട് ചിട്ടി എന്ന നിലയ്ക്ക് അവരെ ചേർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇത് രണ്ടും കുഴപ്പമൊന്നുമില്ലാതെ അവർക്ക് പറഞ്ഞ സമയത്ത് തന്നെ ഫണ്ട് റീഫണ്ട് ചെയ്തു കൊടുക്കാനും എന്നെ ജോലിയിൽ നിന്ന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ തിരിച്ചു മടങ്ങി പോരുന്നതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നതിനും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം എനിക്ക് ആ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോരാനും ഞാൻ പറഞ്ഞതനുസരിച്ച് ചേർന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് ഫണ്ട് റീഫണ്ട് ചെയ്തു കൊടുക്കാനും മാതാവ് എനിക്ക് അനുഗ്രഹം നൽകി. പിന്നെ ഞാൻ ഉടമ്പടി കാലഘട്ടത്തിൽ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അടുത്തുള്ള അനാഥാലയത്തിൽ പോയി ഭക്ഷണം കൊടുക്കുകയും പിന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണപ്പൊതി ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് ഉച്ചയ്ക്ക് വിശന്നിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം പൊതിയായി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൃപാസനത്തിൽ നിന്ന് കിട്ടിയ പത്രം 2 ദിവസം കൊണ്ട് തന്നെ
ഞാനും വൈഫും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെയും പത്രം കൂടുതലും നോൺ ക്രിസ്ത്യൻസ് ഉള്ള ഭാഗങ്ങളിൽ തന്നെ, ഞങ്ങളെ മലപ്പുറം ഭാഗത്ത് നോൺ ക്രിസ്ത്യൻസ് ഉള്ള ഭാഗങ്ങൾ ഒരുപാടുണ്ട്. അവിടങ്ങളിലൊക്കെ തന്നെ കൊണ്ടുപോയിട്ട് പത്രം വിതരണം ചെയ്യുകയും മാതാവിനെക്കുറിച്ച് സംസാരിക്കുകയും അറിയാത്തവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഉടമ്പടി ധ്യാനത്തിൽ മുടങ്ങാതെ പങ്കെടുക്കുകയും മറ്റ് സാക്ഷ്യങ്ങളും എല്ലാം കേൾക്കുകയും ഷെയർ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാതാവിലൂടെ യേശുതമ്പുരാൻ എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ 5.5 ലക്ഷം രൂപ തിരിച്ചു കിട്ടിയായിരുന്നോ? 5.5 ലക്ഷം രൂപ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഉടനെ തന്നെ എമൗണ്ട് തിരിച്ചു കിട്ടി. കരങ്ങൾ